എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ട്യൂണ കൊണ്ടുള്ള ഒരു മസാല ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. ട്യൂണ മസാല നല്ല ടേസ്റ്റി ആയിട്ട്, അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ട്യൂണ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ട്യൂണ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാന് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത്. ഞാൻ സാധാരണ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ട്യൂണയിലുള്ള ഓയിലാണ് ഉള്ളി വഴറ്റാനും മറ്റൊക്കെ ഉപയോഗിക്കാറ്. ഞാനിന്ന് മറന്നുപോയി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഓയിൽ ഒഴിവാക്കി ഇതിൽ ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓയിൽ ഒഴിച്ച് നന്നാക്കി ചൂടാക്കി എടുത്തതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കണം. വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ, കുറച്ചൊരു ടീസ്പൂൺ വേണ്ട, ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അപ്പോൾ 3 കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്തെടുക്കുന്നത്. അതും ചേർത്ത് നന്നായി ഇതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. നല്ല പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ തക്കാളി കൂടി ഇട്ട് നന്നായി ഒന്നുകൂടി ഇളക്കി ഈ തക്കാളിയും കൂടി ഒന്ന് വഴന്ന് വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മസാലപ്പൊടികൾ കൂടുതലൊന്നും ചേർക്കുന്നില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. സമയത്ത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി രണ്ടും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരണം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ട്യൂണ ഇട്ട് കൊടുക്കാം. ട്യൂണയിലെ എണ്ണയ്ക്ക് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ട്യൂണ ഇട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. ട്യൂണ ഫിഷ് ഓൾറെഡി കുക്ക് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ കൂടുതലായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും നമ്മുടെ ഈ മസാലയിലേക്കൊന്ന് കിടന്ന് മസാലയ്ക്കൊന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് 2 മിനിറ്റ് ആവി കയറ്റിയെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ മസാലയൊക്കെ ട്യൂണയിലേക്ക് ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അവസാനമായി കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ട്യൂണ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്